1673 വിദേശ കർമ്മലിത്ത മിഷണറിമാർ ഭാരതത്തിൽ സ്ഥാപിച്ച പ്രഥമ ഇടവകയാണ് ചാത്യാത്ത് പരിശുദ്ധ കർമ്മലമാത ഇടവക. ഈ ഇടവകയുടെ ഭാഗമായിരുന്നു വടുതല പ്രദേശം. വരാപ്പുഴ അതിരൂപതയിലെ അവസാനത്തെ വിദേശ മെത്രാപ്പൊലീത്തയായ സ്പാനിഷ് മിഷണറി ഡോക്ടർ ഏഞ്ചൽ മേരി 1931 ജനുവരി 5 തിങ്കളാഴ്ച വടുതയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ നാമത്തിലുള്ള പള്ളി ആശീർവദിച്ചു. ഈ പള്ളിയാണ് വിശുദ്ധ അന്തോണീസിൻ്റെ നാമത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പള്ളി. ഈ പള്ളിയിലാണ് വിശുദ്ധനോടുള്ള നൊവേന കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത്. സസ്യശാസ്ത്ര ഗ്രന്ഥമായ ഹോർത്തൂസ് ഇന്ദിക്കൂസ് മലബാറിക്കൂസ് രചിച്ച മത്തേവൂസ് പാതിരിയുടെയും പുത്തൻപാന രചിച്ച അർണോസ് പാതിരിയുടെയും വാഴ്ത്തപ്പെട്ട ജോൺ വിൻസെൻ്റ് അച്ഛൻ്റെയും പുണ്യശ്ലോകനായ റംബോദ് മൂപ്പച്ചൻ്റെയും പാദസ്പർശനമേറ്റ ഇടവകയാണിത്. വിശുദ്ധൻ്റെ ജീവചരിത്രത്തിൽ വ്യത്യസ്തമായ പ്രധാനമായും 2 പ്രത്യേകതകൾ ഉണ്ട്. ഒന്നാമത്തേത് 1231 ജൂൺ 13 വെള്ളിയാഴ്ച അന്തരിച്ച വിശുദ്ധ അന്തോണീസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് 1232 മെയ് 30 ഞായറാഴ്ചയാണ്. അന്തരിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധനെ സഭ വിശുദ്ധനായി ഉയർത്തി. അതിനു കാരണം പ്രത്യേകിച്ച് മരണശേഷം വിശുദ്ധൻ പ്രവർത്തിച്ച എണ്ണമറ്റ അത്ഭുതങ്ങളാണ്. ഇന്നും അവ തുടരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, വിശുദ്ധൻ്റെ പ്രതിമയിൽ ഉണ്ണിയേശു ഇരിക്കുന്നത് കയ്യിൽ പിടിച്ചിരിക്കുന്ന പ്രാർത്ഥനാ പുസ്തകത്തിലാണ്. ഈ പ്രാർത്ഥനാ പുസ്തകം സന്യാസിമാരുടെ കാനോന നമസ്കാര പുസ്തകമായ ബ്രീവറിയാണ്. ബ്രീവറി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുന്ന ഒരനുഭവം വിശുദ്ധനുണ്ടായിരുന്നു. ഈ അത്ഭുത അനുഭവം വിശുദ്ധൻ്റെ സ്നേഹിതനായ ടിറ്റോ ബോർഗീസും കുടുംബവും അന്നത്തെ ഗ്രിഗറി 9 പാപ്പായുടെ മുമ്പിൽ സാക്ഷ്യം നൽകിയിട്ടുണ്ട്. ഒരു ദിവസം സുഹൃത്ത് ടിറ്റോയുടെ ഭവനത്തിൽ വിശുദ്ധൻ താമസിക്കുകയുണ്ടായി. രാത്രി സമയത്ത് വിശുദ്ധൻ താമസിച്ചിരുന്ന മുറിയിൽ അസാധാരണമായ വലിയൊരു പ്രകാശം കണ്ടു. ടിറ്റോ ബോർഗീസും ഭാര്യയും മുറിയുടെ താക്കോൽ പഴുതിലൂടെ നോക്കിയപ്പോൾ അവർ ഒരു അത്ഭുത കാഴ്ച കണ്ടു. വിശുദ്ധൻ കാനോന നമസ്കാര പുസ്തകമായ ബ്രീവറി പ്രാർത്ഥന ചൊല്ലുകയായിരുന്നു. പ്രാർത്ഥന പുസ്തകത്തിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധനോട് സംസാരിക്കുകയാണ്. പിറ്റേ ദിവസം ഈ അത്ഭുത കാഴ്ചയെപ്പറ്റി ചോദിച്ച ടിറ്റോയോട് കണ്ട കാഴ്ച സത്യമാണെന്നും ബ്രീവറി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉണ്ണീശോ വരാറുണ്ടെന്നും ചിലപ്പോൾ പരിശുദ്ധ കന്യകാമറിയും ഒപ്പം ഉണ്ടാകുമെന്നും സ്ഥിരീകരിക്കുകയുണ്ടായി. വിശുദ്ധൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം ബൈബിളാണെന്ന വ്യാഖ്യാനവും വിശദീകരണവും വർഷങ്ങൾക്ക് ശേഷം ഉയർന്നു വന്നിട്ടുള്ളവയാണ്. വടുതല പള്ളിയിൽ എല്ലാ ചൊവ്വാഴ്ചയും കാലത്ത് 6 മണിക്കും 11 മണിക്കും വൈകുന്നേരം 5:30 കുർബാനയും നൊവേനയും ആരാധനയും നടത്തി പ്രാർത്ഥിച്ചു വരുന്നു. മാസത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ച കാലത്ത് 11 മണിക്ക് കുർബാനയും നൊവേനയും ആരാധനയും കൂടാതെ ദിവ്യകാരുണ്യ പ്രദർശനവും രോഗശാന്തി ശുശ്രൂഷയും നടത്തി വരുന്നുണ്ട്. 100 കണക്കിന് ഭക്തർ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ചയാണെങ്കിൽ ജൂൺ 13 അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഞായറാഴ്ചയും തിരുനാൾ ആഘോഷിച്ചു വരുന്നു. തിരുനാളിന് ഒരുക്കമായി 9 ദിവസത്തെ പ്രത്യേക കുർബാനയും നൊവേനയും വൈകുന്നേരം 6 മണിക്ക്. ചൊവ്വാഴ്ചകളിൽ 11 മണിക്കുള്ള നൊവേനയ്ക്ക് ശേഷം വിളമ്പുന്ന സൗഖ്യദായകമായ നേർച്ചക്കഞ്ഞി വളരെ പേർക്ക് രോഗശാന്തി നൽകുന്നുണ്ട്. വിശുദ്ധ അന്തോണീസിൻ്റെ അത്ഭുത കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്ന അനേകർക്ക് രോഗസൗഖ്യം ലഭിക്കുന്നു. കേരളത്തിൽ വിശുദ്ധൻ്റെ നാമത്തിൽ ആദ്യമായി നിർമ്മിക്കുകയും വിശുദ്ധനോടുള്ള നൊവേന കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുകയും ചെയ്ത വടുതല വിശുദ്ധ അന്തോണീസിൻ്റെ പള്ളിയിലെ തിരുനാളാഘോഷ കൂട്ടായ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.